Hello everyone, welcome back to another episode of MSA Malayalam. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് ഞാൻ ഇന്നലെ Instagram തുറക്കുമ്പോൾ ഒരുപാട് മെസ്സേജ് റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള റിക്വസ്റ്റ് കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയപ്പോൾ ഞാൻ കണ്ടത് ഒരുപാട് പേരുടെ നമ്പർ ബാൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെന്താണ് കാരണം എന്നുള്ളതും അതേപോലെ എങ്ങനെയാണ് നമുക്ക് അൺബാൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഞാൻ ഇതിനെക്കുറിച്ച് മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു. പക്ഷേ ആ വീഡിയോയിൽ ഒരുപാട് പേർക്ക് എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ അതെങ്ങനെയാണ് നമ്മൾ കോപ്പി ചെയ്യുക എന്നൊന്നും ഒരുപാട് പേർക്ക് അറിയത്തില്ല. പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഞങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുക, ഇതിന് ഡയറക്റ്റ് ആയിട്ട് ലിങ്ക് വല്ലതുണ്ടോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു. അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിലേക്ക് പോകാം. സോ ഫ്രണ്ട്സ്, ഇതാണ് നമ്മളെ ആപ്ലിക്കേഷൻ. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കേട്ടോ. വാട്സപ്പ് ടൂൾ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ആപ്ലിക്കേഷൻ തുറന്നാൽ ഇതേപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാം. അപ്പോൾ ഹലോ വെൽക്കം ബാക്ക് ടു വാട്സപ്പ് ടൂൾ എന്നൊക്കെ പറഞ്ഞു അതൊക്കെ നമുക്ക് വിടാം. അത് ഇവിടെ ബാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ജസ്റ്റ് റിപ്പോർട്ടിംഗ് ആണ്. ഇത് റിപ്പോർട്ടിംഗ് ആണെന്ന് തോന്നുന്നു. ഐ മീൻ ഇപ്പോൾ ആരെങ്കിലും നിങ്ങൾ ഉപദ്രവിക്കുന്ന അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ് അവരുടെ നമ്പർ. ഇത് പിന്നെ അൺബാൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതാണ് നമ്മൾ ഈ വീഡിയോയിൽ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ഇതാ ഇവിടെ 1 2 3 4 മെത്തേഡ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് മെത്തേഡ് ഫോർ അൺബാൻ ഈസിലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ജിമെയിൽ വൺസ് ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ഇതേപോലെ ലോഡായി വരുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് എറേസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഈ അർജൻറ്റലി വരെ ഇത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഭാഗത്ത് ഏത് നമ്പറാണോ നിങ്ങൾക്ക് അൺബാൻ ആക്കേണ്ടത് ആ നമ്പർ കൊടുക്കുക. അപ്പോൾ സൂക്ഷിക്കുക, നിങ്ങൾ ഇന്ത്യൻ നമ്പറാണെങ്കിൽ +91 കൊടുക്കണം കേട്ടോ മുമ്പിൽ ഫ്രണ്ടിൽ. പിന്നെ നിങ്ങൾ ഇവിടെ സ്പേസും കാര്യങ്ങളൊന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇട്ട് വിചാരിച്ച് കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം മേലെ നിങ്ങൾക്ക് കാണാം ഒരു സെൻഡ് ബട്ടൺ. അപ്പോൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത് സെൻഡായി എന്നാണ് അതിനർത്ഥം. പിന്നെ ഇതിൽ ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളുണ്ട്. അൺബാൻ ആക്കുന്ന ഒരുപാട് 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിലേത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള പേജ് അവൻ്റെ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതേഴ്സിൽ നിങ്ങളെ ലോഗോ റിമൂവ് -1 എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ -1 എന്ന് പറഞ്ഞാലുള്ള സംഭവം. ഇതാ കണ്ടില്ലേ, നിങ്ങൾക്ക് ഇവിടെ കാണാം -1 സെക്കൻഡ്സ്. അപ്പോൾ ഇങ്ങനെ വന്നാൽ നമുക്ക് OTP അടിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഇതൊക്കെ ഫിക്സ് ആക്കുന്ന ഒരു സംഭവമാണ് അത്. അപ്പോൾ നിങ്ങൾ ഇതിലൊക്കെ ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അത് അൺബാൻ, അതേപോലെ ബാൻ, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ആപ്പിലുണ്ട്. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു കുഞ്ഞ് ആപ്പ് കൊണ്ട് ഇത്രയേറെ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഒരു ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ടാകും. അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് എന്നെ ഒന്ന് മെൻഷൻ ചെയ്താൽ മതിയാകും. അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് എനിക്ക് വളരെയധികം എളുപ്പമായിരിക്കും. ഇനി എങ്ങനെയാണ് ഇത് ബാൻ ആവുന്നത് എന്ന് പറയാം. ഒന്നെങ്കിൽ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ, അതായത് GB വാട്സപ്പ് പോലുള്ള വാട്സപ്പുകൾ ഉപയോഗിക്കുന്ന സമയത്ത് ഉണ്ടാവാം. അത് ബേസിലുള്ള വാട്സപ്പിൽ നിങ്ങൾ ന്യൂ ഗ്രൂപ്പ് അല്ലെങ്കിൽ വോയിസ് നോട്ട് വാട്സപ്പ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ അതിൽ പുതിയൊരു ഗ്രൂപ്പിൽ നിങ്ങൾ ലിങ്ക് വഴി ജോയിൻ ആകുമ്പോഴൊക്കെയാണ് ഇത് സാധാരണയായിട്ട് ബാൻ ആവുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഇറ്റ്സ് മീ ഷബീൻ സൈനിങ് ഔട്ട്. ബൈ.